ആലപ്പുഴ ആര്യാട്ട് കൊലപാതകം 2 പ്രതികൾ അറസ്റ്റിലായി. ഒന്നാം പ്രതി ആദിക്കാട്ട് കുളങ്ങര സ്വദേശി ഷെൽജാദ്, രണ്ടാം പ്രതി ഓച്ചിറ ഞക്കനാൽ സ്വദേശി അനന്തു എന്നിവരാണ് പിടിയിലായത്. ഓച്ചിറയിലെ ഒളിസങ്കേതത്തിലേക്ക് പോകുന്നതിനിടെ തിങ്കളാഴ്ച രാത്രി 8ഓടെയാണ് ഇവർ പിടിയിലായത്. ആര്യാട് പഞ്ചായത്ത് 8ാം വാർഡിൽ മുരിയംവെളിയിൽ അജിയുടെ മകൻ 24 വയസ്സുള്ള അച്ചു എന്ന് വിളിക്കുന്ന അഖിലിനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതികൾ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. 4/7/26 വെള്ളിയാഴ്ച വൈകുന്നേരത്ത് 5 മണിയോടുകൂടി ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആര്യാട് പഞ്ചായത്തിൽ മുരിയൻവെളി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന അഖിൽ 25 വയസ്സ്, അച്ചു എന്നും അയാളെ വിളിക്കും. വീട്ടിൽ അയാൾ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന സമയത്താണ് പ്രതികളായിട്ടുള്ള ഈ ഷെൽജൂക്കും അനന്തു ഇവർ വന്നതെന്ന് പറഞ്ഞാൽ, ഈ അനന്തു ആലുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു മൊളസ്റ്റേഷൻ കേസിലെ പ്രതിയും. അതുപോലെ ഈ ഷെൽജൂക്ക് അടൂർ സ്റ്റേഷൻ പരിധിയിൽ ഒരു ബാറിൽ പോയി അടിയുണ്ടാക്കിയിട്ട് അവിടെ 307 കേസിലെ പ്രതിയായിട്ടൊരു കേസുണ്ടായിരുന്നു അവസാനമായിട്ട്. അപ്പോൾ ഈ കേസിൽ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയിട്ട് ഈ മരണപ്പെട്ട അഖിലിനോട് അവർ തമ്മിൽ നേരത്തെ പരിചയക്കാരും സുഹൃത്തുക്കളുമൊക്കെ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അഭയം തേടിയാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. അത് കുറേ പ്രാവശ്യം ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ അഖിൽ ഫോൺ എടുക്കാതിരിക്കുകയും പൈസ ആവശ്യപ്പെട്ടിട്ട് പൈസ അയച്ചു കൊടുക്കാതിരിക്കുകയും, ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും നേരത്തെ ഉണ്ടായിരുന്നു. പൈസ അയച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഹരിപ്പാട് നിന്ന് ഇവരൊരു ഓട്ടോറിക്ഷയിൽ നമ്മുടെ റമദാ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിച്ചേരുകയും, റമദാ ഹോട്ടലിൽ പോയി മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അഖിലിൻ്റെയും ഈ ഷെൽജൂക്കിൻ്റെയും തമ്മിൽ പരിചയമുള്ള മറ്റൊരു സുഹൃത്തിനെ കാണുകയും അവൻ്റെ അടുത്ത് ഈ വീട് കൃത്യമായിട്ട്, ഇവർ നേരത്തെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും കറക്റ്റ് ആ വഴി അവന് അത്ര വശമില്ലാത്തതുകൊണ്ട് വീട് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സുഹൃത്ത് കൊണ്ടുവന്ന് ഈ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ പരിചയക്കാരായതുകൊണ്ട് കാണിച്ചു കൊടുത്തു. അതിനുശേഷം മറ്റേ സുഹൃത്തിങ്ങ് പോവുകയാണ് ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടി ആ വീട്ടിൽ കയറി ഇവരുമായിട്ട് സംസാരമായി, വാക്കുതർക്കമായി, കത്തിക്കുത്തിൽ അവസാനിക്കുകയാണ് ചെയ്തത്. ആലപ്പുഴയിൽ നിന്ന് ഓട്ടോറിക്ഷയിലെത്തി കൊല നടത്തിയ ശേഷം മടങ്ങിയ പ്രതികൾ ട്രെയിനിലാണ് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെട്ടത്. ബംഗളൂരുവിലെത്തിയ പ്രതികൾക്ക് കോഴിക്കോട് സ്വദേശിനി ഓൺലൈനായി പണം കൈമാറിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കോഴിക്കോട് സ്വദേശിനിക്ക് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട അഖിൽ പണം നൽകാനുണ്ടെന്നാണ് സൂചന. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് പ്രതികൾ നാട്ടിലേക്ക് എത്തിയത്. ട്രെയിനിൽ കരുനാഗപ്പള്ളിയിലെത്തി ഓച്ചിറയിലേക്ക് പോകുന്നതിനിടെയാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. വിൻമീഡിയ, ആലപ്പുഴ.